റമദാൻ നോമ്പ് തുടങ്ങിയതോടെ ഈന്തപ്പഴ വിപണി ഉണർന്നു. കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് വിലയിൽ ചെറിയ തോതിൽ വർധനവുണ്ട്. ജില്ലയിലെ വിവിധ കേന്ദ്രങ്ങളിൽ വിദേശ രാജ്യങ്ങളിൽ നിന്നും വലിയ തോതിൽ ഈന്തപ്പഴം എത്തിച്ച് സ്റ്റോക്ക് ചെയ്തിട്ടുമുണ്ട്. നല്ല തിരക്കാണ് മിക്ക കടകളിലും ഇപ്പോൾ അനുഭവപ്പെടുന്നത്. പ്രധാനമായും അറബ് രാജ്യങ്ങളായ സൗദി, ഇറാൻ എന്നിവിടങ്ങളിൽ നിന്നാണ് കേരളത്തിലേക്ക് ഈന്തപ്പഴം എത്തുന്നത്. നിലവിൽ ചിലയിടങ്ങളിൽ സ്റ്റോക്ക് കുറവാണെങ്കിലും ഒരാഴ്ചക്കകം കൂടുതൽ ഈന്തപ്പഴം വിപണിയിലേക്ക് എത്തുമെന്നാണ് കച്ചവടക്കാർ പറയുന്നത്. റംസാൻ സമയത്ത് ഈന്തപ്പഴങ്ങൾക്ക് കിലോയ്ക്ക് 100 രൂപ വരെ വർധനമുണ്ടാകാറുണ്ടെന്നും കച്ചവടക്കാർ പറയുന്നു. ഏതാണ്ട് 400ഓളം വ്യത്യസ്ത തരത്തിലുള്ള ഈന്തപ്പഴങ്ങളുണ്ട്. ഇതിൽ 20ഓളം ഇനങ്ങളാണ് ജില്ലയിൽ സുലഭമായി ലഭിക്കുന്നത്. ഏറ്റവും കൂടുതൽ വില ജോർദാനിൽ നിന്നെത്തുന്ന മജ്ദൂളിനാണ്. കിലോയ്ക്ക് 1300 രൂപയാണ് വില. സൗദിയിൽ നിന്നെത്തിക്കുന്ന മബ്രൂമിന് കിലോയ്ക്ക് 980 രൂപ. ഇറാനിൽ നിന്നുള്ള മുസാഫാത്തിക്കാണ് ആവശ്യക്കാർ കൂടുതലെന്ന് കച്ചവടക്കാർ പറയുന്നു. ഇതിന് 200 രൂപ മുതലാണ് വില. സൗദിയിൽ നിന്നെത്തുന്ന ഹമൂർ, ശുക്രി, അജ്വ, തവായ് എന്നിവ മാർക്കറ്റിൽ സുലഭമായി ലഭിക്കുന്നവയാണ്. ഏറ്റവും കുറഞ്ഞ വിലയിൽ ലഭിക്കുന്നത് ബരാരിയാണ്. കിലോ 100 രൂപയാണ്. റംദാൻ നോമ്പ് തുറയുമായി ബന്ധപ്പെട്ട് ആളുകൾ ഇപ്പോൾ ഡ്രൈ ഫ്രൂട്ട്സ്, അതേപോലെ ഈന്തപ്പഴം, ഫ്രൂട്ട്സ്, അതേപോലെ നമ്മുടെ സമൂസ ഷീറ്റ്, ഇങ്ങനെയുള്ള നിരവധി സാധനങ്ങൾക്ക് ഇപ്പോൾ ആവശ്യക്കാരേറെയാണ്. പ്രധാനമായിട്ടും ഈന്തപ്പഴമാണ് ഇപ്പോൾ കൂടുതലായിട്ട് ആളുകൾ നോമ്പ് തുറയ്ക്കായിട്ട് ഉപയോഗിക്കുന്നത്. നമ്മൾ പലവിധം ആയിട്ടുള്ള ഈന്തപ്പഴങ്ങൾ ഇവിടെ കരുതിയിട്ടുണ്ട്. എല്ലാ വർഷത്തെയും പോലെ എല്ലാ സീസണിലും ഈന്തപ്പഴം വിൽക്കുമെങ്കിലും ഈ റംദാൻ പ്രമാണിച്ച് ഇപ്പോൾ ഈന്തപ്പഴത്തിന് ആവശ്യക്കാർ വളരെയധികം കൂടുതലാണ്. അപ്പം നമുക്ക് അജ്വയുണ്ട്, അതുപോലെ തന്നെ 320 രൂപ മുതൽ നമുക്ക് 1600, 2000 രൂപ വരെ വിലയുള്ള ഈന്തപ്പഴങ്ങൾ നമുക്കിപ്പം ഇവിടെ ലഭ്യമാണ്. ഈന്തപ്പഴത്തിന് പുറമെ കാലിഫോർണിയ, കാശ്മീർ എന്നിവിടങ്ങളിൽ നിന്ന് വരുന്ന ആക്രോട്ടിനും അഫ്ഗാനിസ്ഥാൻ, തുർക്കി എന്നിവിടങ്ങളിൽ നിന്നെത്തുന്ന ആപ്രിക്കോട്ടിനും ആവശ്യക്കാർ ഏറെയാണ്. പലയിടത്തും നിലവിലെ സ്റ്റോക്ക് 3/4 ഭാഗം കഴിഞ്ഞ സ്ഥിതിയാണ്. ഇനി പുതിയ സ്റ്റോക്ക് ലഭ്യമാക്കണമെങ്കിൽ അറബ് രാജ്യങ്ങളിൽ നിന്നുള്ള കയറ്റുമതി പുനരാരംഭിക്കണം. ബിനീഷ് ആന്റണി, കേരള വിഷൻ ന്യൂസ്, ഇടുക്കി. സർ, ആദ്യത്തെ കാപ്പി അമ്മയ്ക്ക്. പ്രിയപ്പെട്ടവർ കൂടെയുള്ളപ്പോൾ പുതിയ തുടക്കങ്ങൾ